Hi viewers, welcome to my YouTube channel. So in our first video we study about how to prepare balance sheet and its detailed notes to accounts. In this video we are going to discuss about the profit and loss statement and its notes to accounts. So let us start the topic. First of all, you should write the name of the company. Here we should enter the name of the company. നമുക്കിത് ക്വസ്റ്റിനകത്ത് കാണാൻ പറ്റും കമ്പനിന്റെ പേര്. Then secondly, heading ആണ് profit and loss statement for the year ending. See, profit and loss statement for the year ending 31st March, 31st December. അങ്ങനെയാണ് ഇൻഫർമേഷൻ ഉള്ളത്. അതുപോലെ എഴുതി വെക്കാം. Then column heading എന്ന് പറയുന്നത് the same format, the same vertical format as used in the case of balance sheet. Balance sheet നകത്ത് നമ്മൾ ഉപയോഗിച്ച സെയിം ഫോർമാറ്റ് തന്നെയാണ്. ഫസ്റ്റ് കോളം ഹെഡിങ് ഐറ്റംസ്, സെക്കൻഡ് നോട്ട് നമ്പർ, തേർഡ് വൺ ഫിഗേഴ്സ്. ക്ലിയർ? അപ്പൊ നമുക്ക് ഐറ്റംസ് നോക്കാം. സി ഹിയർ 5 മേജർ ഹെഡിങ്സ് ആർ ദർ. 1, 2, 3, 4 and 5. 5 മേജർ ഹെഡിങ്സ് ആർ ദർ. ഫസ്റ്റ് ഓഫ് ഓൾ റവന്യൂ ഫ്രം ഓപ്പറേഷൻ. ആദ്യത്തെ ഐറ്റം റവന്യൂ ഫ്രം ഓപ്പറേഷൻ. നമ്മൾ അതിന് നോട്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്. നോട്ട് നമ്പർ 1. നമുക്കറിയാം നോട്ട് നമ്പർ കോളം വരച്ചു കഴിഞ്ഞാല് നോട്ട് ടു അക്കൗണ്ട്സിലേക്ക് നമ്മൾ കാണിക്കേണ്ടതാണ് റവന്യൂ ഫ്രം ഓപ്പറേഷൻ. ദെൻ സെക്കൻഡ് വൺ അതർ ഇൻകം, നോട്ട് നമ്പർ 2. അപ്പൊ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. സോ വി ഹാവ് റവന്യൂ ആൻഡ് എക്സ്പെൻസസ്. 2 ഐറ്റം ആണ് ഉണ്ടാവുക മെയിൻ ആയിട്ട്. റവന്യൂ അതായത് ഇൻകം, ദെൻ അതുപോലെ എക്സ്പെൻസസ്. അപ്പോൾ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് റവന്യൂ ഫ്രം ഓപ്പറേഷൻ ആൻഡ് അതർ ഇൻകം. ദെൻ തേർഡ് വൺ ടോട്ടൽ റവന്യൂ 1 + 2. അതായത് റവന്യൂ ഫ്രം ഓപ്പറേഷൻ പ്ലസ് അതർ ഇൻകം. ഇതാണ് ടോട്ടൽ റവന്യൂ. ഇത് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ദെൻ ഫോർത്ത് വൺ എക്സ്പെൻസസ്. See, expenses includes several headings. First one, cost of material consumed, note number 3. Then purchase of stock in trade, note number 4. Changes in inventories, note number 5. Employee benefit expense, note number 6. Finance cost, note number 7. Depreciation and amortization expenses, note number 8. And the final one, other expenses, note number 9. Then after recording these elements we should have total expenses. See, നമുക്ക് ഇവിടെ ടോട്ടൽ റവന്യൂ ഉണ്ട്. ദെൻ സെക്കൻഡ് വരുന്നത് ടോട്ടൽ എക്സ്പെൻസ് ആണ്. സോ ഇൻ കേസ് ഓഫ് എ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെന്റ്, പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് എന്ന് പറയുന്നത് ടോട്ടൽ റവന്യൂ മൈനസ് ടോട്ടൽ എക്സ്പെൻസ് ആണ്. അപ്പൊ നമുക്ക് നോക്കാം. ദ ഫിഫ്ത്ത് വൺ ഹെഡിങ് പ്രോഫിറ്റ് ഓർ ലോസ് ബിഫോർ ടാക്സ്. പ്രോഫിറ്റ് ഓർ ലോസ് ബിഫോർ ടാക്സ്. എങ്ങനെയാണ് പ്രോഫിറ്റ് ഓർ ലോസ് ബിഫോർ ടാക്സ് കിട്ടുന്നത്? 3 - 4. സി 3 - 4 ദാറ്റ് ഈസ് ടോട്ടൽ റവന്യൂ. മൂന്നാമത്തെ ഹെഡിങ് ടോട്ടൽ റവന്യൂ ആണ്. ടോട്ടൽ റവന്യൂ മൈനസ് 4 എന്ന് പറയുന്നത് എന്താണ്? എക്സ്പെൻസസ് ആണ്. അപ്പൊ 3 - 4 ടോട്ടൽ റവന്യൂ മൈനസ് ടോട്ടൽ എക്സ്പെൻസസ്. ദെൻ വി വിൽ ഗെറ്റ് പ്രോഫിറ്റ് ഓർ ലോസ് ബിഫോർ ടാക്സ്. ബിഫോർ ടാക്സ് ആണ് നമുക്ക് കിട്ടുന്നത്. നമുക്ക് വേണ്ടത് പ്രോഫിറ്റ് ഓർ ലോസ് ആഫ്റ്റർ ടാക്സ് ആണ്. അപ്പൊ ആഫ്റ്റർ ടാക്സ് കിട്ടണമെങ്കിൽ ദെൻ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? വി ഷുഡ് ഡിഡക്ട് ടാക്സ് എക്സ്പെൻസസ്. ദിസ് ടാക്സ് എക്സ്പെൻസസ് വിൽ ബി ഗിവൺ ഇൻ യുവർ ക്വസ്റ്റ്യൻ. അഡ്ജസ്റ്റ്മെന്റ് നമുക്ക് സാധാരണഗതിയിൽ തരുന്ന ഒരു ഐറ്റം ആണ് ടാക്സ് എന്ന് പറയുന്നത്. ഇഫ് ദർ ഈസ് എനി ഇൻഫർമേഷൻ റിലേറ്റിംഗ് വിത്ത് ടാക്സ്, then we should deduct that item. Then finally we will get profit after tax. Clear? അപ്പൊ ഇത്രയാണ് എന്ത് നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെന്റ് മേജർ പാർട്ട് എന്ന് പറയുന്നത്. ഇതിനകത്ത് ഓരോ ഐറ്റവും ഓരോ നോട്ട് നമ്പറും നമ്മൾ സ്പെസിഫൈ ചെയ്ത് പറയാനുണ്ട്. നമുക്കത് ഓരോ നോട്ട് നമ്പറും നോക്കാം. ഫസ്റ്റ് വൺ റവന്യൂ ഫ്രം ഓപ്പറേഷൻ. ഇതാണ് നമ്മുടെ ആദ്യത്തെ നോട്ട്, റവന്യൂ ഫ്രം ഓപ്പറേഷൻ. അപ്പോ നോട്ട് നമ്പർ 1 റവന്യൂ ഫ്രം ഓപ്പറേഷൻ. സി ഇവിടെ ഞാൻ എഴുതിയിരിക്കുന്നത് സെയിൽസ്, ഇൻട്രസ്റ്റ് ആൻഡ് ഡിവിഡന്റ്, ഫീസ് ഓർ കമ്മീഷൻ. ഇങ്ങനെ 3 ഐറ്റമാണ് എഴുതിയത്. ഇങ്ങനെ എഴുതാനുള്ള കാരണം, സി സെയിൽസ് എന്ന് പറയുന്നത് നെറ്റ് സെയിൽസ് ആണ്. ഇവിടെ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് നെറ്റ് സെയിൽസ് ആണ്. ദെൻ സെയിൽസ് എന്ന് പറയുന്നത് ഇഫ് ഇറ്റ് ഈസ് എ ട്രേഡിംഗ് കൺസേൺ ദർ വി ഹാവ് സെയിൽസ്.
if it is a financing company, the main revenue is interest and dividend. And if it is a service providing company, there we will get a fees or commission. So, according to the nature of a business operation, the items may be indifferent. Okay? അതായത് നമ്മുടെ ബിസിനസ് ഓപ്പറേഷൻ എങ്ങനെയാണോ, അതായത് നമ്മുടെ ബിസിനസ് ഒരു ട്രേഡിംഗ് കൺസേൺ ആണെങ്കിൽ, ട്രേഡിംഗ് കൺസേൺ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, സാധനങ്ങൾ വാങ്ങിച്ച്, അതായത് പ്രൊഡ്യൂസറുടെ കയ്യിൽ നിന്നോ മാനുഫാക്ചറുടെ കയ്യിൽ നിന്നൊക്കെ സാധനങ്ങൾ വാങ്ങി റീസെയിൽ ചെയ്യുന്നതാണ് ആര്, ട്രേഡിംഗ് കൺസേൺ. സോ നമ്മുടെ ക്വസ്റ്റ്യൻ പ്രകാരം ഇഫ് ഇറ്റ് ഈസ് എ ട്രേഡിംഗ് കൺസേൺ ദെൻ നമുക്ക് അവിടെ ഉണ്ടാവുന്നത് സെയിൽസ് ആയിരിക്കും. ദ മെയിൻ സോഴ്സ് എന്ന് പറയുന്നത് സെയിൽസ്. അപ്പൊ നമ്മുടെ മെയിൻ ഓപ്പറേഷൻ എന്താണ്, സെയിൽസ് ആണ്. പർച്ചേസ് ആൻഡ് സെയിൽസ് ആയിരിക്കും ഒരു ട്രേഡിംഗ് കൺസേണിന്റെ മെയിൻ ഓപ്പറേഷൻ. ദെൻ ഇഫ് ഇറ്റ് ഈസ് എ ഫിനാൻസിംഗ് കമ്പനി, ഒരു ഫിനാൻസിംഗ് കമ്പനി ആണെങ്കിൽ അവരുടെ ഓപ്പറേഷൻ എന്ന് പറയുന്നത് പർച്ചേസ് ആൻഡ് സെയിൽസ് അല്ല, ബട്ട് അവരുടെ ഓപ്പറേഷൻ എന്തായിരിക്കും, റേസിംഗ് ഓഫ് ഫിനാൻസ്, എന്താണ്, ആക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ്, ലെൻഡിങ് മണി, ഇതായിരിക്കും ഒരു ഫിനാൻസിംഗ് കമ്പനീന്റെ മെയിൻ ഓപ്പറേഷൻ. ആ സമയത്ത് അവർക്ക് കിട്ടുന്നത് എന്തായിരിക്കും, അവരുടെ റവന്യൂ എന്ന് പറയുന്നത് സെയിൽസ് അല്ല, പകരം അവരുടെ റവന്യൂ എന്ന് പറയുന്നത് എന്താണ്, ഇൻട്രസ്റ്റ് ഓർ ഡിവിഡൻഡ് റിസീവ്ഡ്. ദെൻ മൂന്നാമതൊരു കാറ്റഗറി നോക്കാം, ഫീസ് ഓർ കമ്മീഷൻ. ഇഫ് ഇറ്റ് ഈസ് എ സർവീസ് പ്രൊവൈഡിംഗ് കമ്പനി, ഒരു സർവീസ് പ്രൊവൈഡിംഗ് കമ്പനി ആണെങ്കിൽ, സർവീസ് പ്രൊവൈഡിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ അവരുടെ മെയിൻ സോഴ്സ് ഓഫ് റവന്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഫീസ് ഓർ കമ്മീഷൻ. ക്ലിയർ? അപ്പോൾ അക്കോർഡിംഗ് ടു ദ നേച്ചർ ഓഫ് ബിസിനസ് ഓപ്പറേഷൻ വി ഹാവ് ഐദർ സെയിൽസ് ഓർ ഇൻട്രസ്റ്റ് ഓർ ഡിവിഡൻഡ് ഓർ ഫീസ് ഓർ കമ്മീഷൻ. നമ്മളെ സാധാരണഗതിയിൽ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ട്രയൽ ബാലൻസിൽ ഉണ്ടാവുന്ന ഒരു ഐറ്റമാണ് സെയിൽസ്. അപ്പൊ നമുക്ക് മനസ്സിലാവും ഇത് ട്രേഡിംഗ് കൺസേൺ ആണ്. ഇഫ് ദർ ഈസ് സെയിൽസ് ഇൻ യുവർ ട്രയൽ ബാലൻസ് ദെൻ നമുക്കൊരു അഡ്ജസ്റ്റ്മെന്റ് അവിടെ വരുന്നുണ്ട്, ലെസ് സെയിൽസ് റിട്ടേൺസ്. നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് നെറ്റ് സെയിൽസ് ആണ് വേണ്ടത്. സോ സെയിൽസിന്ന് എന്ത് ലെസ് ചെയ്യണം, സെയിൽസ് റിട്ടേൺ ലെസ് ചെയ്യാം. സെയിൽസ് റിട്ടേൺ നമുക്ക് വേറൊരു പേരെന്താണ്, റിട്ടേൺ ഇൻവേർഡ്. അപ്പോൾ ഈ ഇൻഫർമേഷൻസ് ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യണം, നമ്മൾ ഡിഡക്ട് ചെയ്യേണ്ടതാണ്. അപ്പോൾ നമ്മളിപ്പോൾ എഴുതുന്ന ഒന്നാമത്തെ ഹെഡിംഗ് ആണ് റവന്യൂ ഫ്രം ഓപ്പറേഷൻ. അപ്പൊ ഈ റവന്യൂ ഫ്രം ഓപ്പറേഷൻ നിങ്ങൾക്ക് അറിയാതെ ഒരു ഇൻകം ആണ്. സോ ട്രയൽ ബാലൻസിന്റെ ക്രെഡിറ്റ് സൈഡിൽ മാത്രമാണ് സെയിൽസ് ആവട്ടെ, ഇൻട്രസ്റ്റ് ഓർ ഡിവിഡൻഡ്, ഫീസ് ഓർ കമ്മീഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇവിടെ ഉണ്ടാവുക ട്രയൽ ബാലൻസിന്റെ ക്രെഡിറ്റ് സൈഡിലാണ് ഉണ്ടാവുന്നത്. അപ്പൊ സെയിൽസ് ഉണ്ടെങ്കിൽ സെയിൽസിൽ നിന്ന് എന്ത് ചെയ്യുക, സെയിൽസ് റിട്ടേൺ നമ്മൾ ഡിഡക്ട് ചെയ്യുക. ദെൻ നെറ്റ് സെയിൽസ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഈ നെറ്റ് സെയിൽസിന്റെ എമൗണ്ട് ആണ് ഇവിടെ കാണിക്കേണ്ടത്, നമ്മുടെ റവന്യൂ ഫ്രം ഓപ്പറേഷൻ, നോട്ട് നമ്പർ 1. ഹിയർ വി ഷുഡ് റെക്കോർഡ് ദാറ്റ് എമൗണ്ട്. ക്ലിയർ? അപ്പൊ നമുക്ക് ഇവിടെ കിട്ടുന്ന, അതായത് സെയിൽസ്, ഇവിടെ നമുക്ക് ഇത്രയാണ് സെയിൽസ്, ദെൻ ലെസ് റിട്ടേൺസ്, ദെൻ ദ നെറ്റ് എമൗണ്ട് ദാറ്റ് വി ഷുഡ് റെക്കോർഡ് ഹിയർ. ക്ലിയർ? ഇതാണ് റവന്യൂ ഫ്രം ഓപ്പറേഷൻ. ദെൻ നമുക്ക് അടുത്ത നോട്ട് നമ്പർ നോക്കാം. നോട്ട് നമ്പർ 2, other income. See, other income. Other income includes the items like this: interest received, dividend received, commission received, discount received. So, പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെന്റിനകത്ത് ഇൻകം ആയിട്ട് ആകെ നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ടത് 2 ഐറ്റം മാത്രമാണ്, റവന്യൂ ഫ്രം ഓപ്പറേഷൻ, അതർ ഇൻകം. ഇവിടെ റവന്യൂ ഫ്രം ഓപ്പറേഷൻ ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ദ മെയിൻ സോഴ്സ് ഓഫ് റവന്യൂ, അതായത് മെയിൻ ഓപ്പറേഷൻ എന്താണോ അതുവഴി കിട്ടുന്നതാണ് റവന്യൂ എന്ന് പറയുന്നത്. ഈ റവന്യൂവിൽ പെടാത്ത മറ്റ് വഴി കിട്ടുന്ന, മറ്റ് സോഴ്സ് വഴി കിട്ടുന്നത് ദ ഇൻകം ഏൺഡ് ത്രൂ അതർ സോഴ്സസ്. അങ്ങനെയുള്ള ഇൻകം ഉണ്ടെങ്കിൽ അത് നമുക്ക് സെപ്പറേറ്റ് ഹെഡിങ്ങിൽ കാണിക്കാം. അതാണ് എന്ത്, അതർ ഇൻകം. ഇവിടെ ഞാൻ എക്സാമ്പിൾ എഴുതിയിട്ടുണ്ട്, ഇൻട്രസ്റ്റ് റിസീവ്ഡ്. നമ്മൾ സാധാരണഗതിയിൽ ട്രയൽ ബാലൻസ് വരയ്ക്കുന്ന സമയത്ത് നമുക്ക് കാണാറുണ്ട്, ട്രയൽ ബാലൻസ് നമുക്ക് ക്വസ്റ്റ്യൻ തരുന്ന സമയത്ത് നമ്മൾ കാണാറുണ്ട് ഇൻട്രസ്റ്റ് റിസീവ്ഡ്, ഡിവിഡൻഡ് റിസീവ്ഡ്, കമ്മീഷൻ റിസീവ്ഡ്, ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ, ഡിസ്കൗണ്ട് റിസീവ്ഡ്, ഈ ഐറ്റംസ് ഒക്കെ ട്രയൽ ബാലൻസിന്റെ ക്രെഡിറ്റ് സൈഡിൽ ഉണ്ടാവും. അപ്പൊ ട്രയൽ ബാലൻസിന്റെ ക്രെഡിറ്റ് സൈഡിൽ ഈ ഐറ്റംസ് ഉണ്ടെങ്കിൽ അതിന്റെ മീനിങ് തന്നെ എന്താണ്, ദർ ഇൻകം, റവന്യൂ. അങ്ങനെയുള്ള റവന്യൂ നമ്മൾ എന്ത് ചെയ്യണം, അതർ ഇൻകത്തിൽ കാണിക്കേണ്ടതാണ്. ക്ലിയർ? അപ്പൊ നോട്ട് നമ്പർ 1 and 2 ഈസ് ഓവർ. സി, റവന്യൂ ഫ്രം ഓപ്പറേഷൻ എന്ന് പറഞ്ഞാല് മെയിൻ ഓപ്പറേഷൻ വഴി കിട്ടുന്ന റവന്യൂ, അത് മോസ്റ്റ്ലി എന്താണ് ഉണ്ടാവുന്നത്, സെയിൽസ് ആയിരിക്കും. 2 അതർ ഇൻകം ആണ്. അതർ ഇൻകം എന്ന് പറഞ്ഞാല് സെയിൽസ് ആണ് മെയിൻ സോഴ്സ് എങ്കിൽ മറ്റ് സോഴ്സ് വഴി കിട്ടുന്നതാണ് അതർ ഇൻകം. സോ നോട്ട് നമ്പർ 1 റവന്യൂ ഫ്രം ഓപ്പറേഷൻ, നോട്ട് നമ്പർ 2 അതർ ഇൻകം. ഇത് രണ്ടും നമ്മളിപ്പോ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. 1 and 2, then we will get a total revenue. അപ്പോ ഇൻകം സെക്ഷൻ ഈസ് ഓവർ. ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെന്റിൽ ഞാൻ പറഞ്ഞു 2 ഐറ്റം ആണ് ഇൻകം ആൻഡ് എക്സ്പെൻസസ്. ഇൻകം ആണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്
revenue from operation and other income. Then we will get a total revenue. Then move to expenses section. Here we can see several items. നമുക്ക് നോക്കാം ഓരോ ഐറ്റംസും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് വൺ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ കൺസ്യൂമഡ് നോട്ട് നമ്പർ 3. കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ കൺസ്യൂമഡ് നോട്ട് നമ്പർ 3. See, cost of material consumed. How we will get the cost of material consumed? This information is particularly relates with manufacturing concern. Clear? ഈ ഒരു ഇൻഫർമേഷൻ എന്ന് പറയുന്നത് നമുക്കിത് നോക്കുമ്പോൾ മനസ്സിലാകുന്ന കാര്യം റോ മെറ്റീരിയൽ കൺസ്യൂമഡ് ആണ്. റോ മെറ്റീരിയൽ കൺസ്യൂം ചെയ്യുന്നത് ആരായിരിക്കും? പ്രൊഡക്ഷൻ കമ്പനീസ് ആയിരിക്കും, മാനുഫാക്ചറിങ് കമ്പനീസ് ആണ്. സോ ഒരു പ്രൊഡക്ഷൻ കമ്പനി ആണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ഇൻഫർമേഷൻ ട്രയൽ ബാലൻസിൽ കാണാൻ പറ്റൂ? ഈ പറയുന്ന പോലുള്ള ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ, പർച്ചേസ് ഓഫ് റോ മെറ്റീരിയൽ, ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ. അപ്പൊ ഈ ഇൻഫർമേഷൻസ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇത് മാനുഫാക്ചറിങ് കമ്പനീനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. സോ ഇതെങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത് നോക്കാം. കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ കൺസ്യൂമഡ് എന്ന് പറയുന്നത് ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ ആഡ് പർച്ചേസ് ഓഫ് റോ മെറ്റീരിയൽ, then less closing stock of raw material. Then we will get the resultant figure, that is raw material consumed. അപ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയലിന്റെ കൂടെ, അതായത് തുടക്കത്തിൽ ഈ വർഷം തുടങ്ങുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ ഉണ്ടായ സ്റ്റോക്കാണ് ഓപ്പണിംഗ് സ്റ്റോക്ക്. ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയലിനോട് കൂടെ നമ്മൾ എന്ത് ചെയ്യണം? ആഡ് പർച്ചേസസ് ഓഫ് റോ മെറ്റീരിയൽ ഡ്യൂറിംഗ് ദിസ് ഇയർ. ഈ വർഷം നമ്മൾ പർച്ചേസ് ചെയ്ത റോ മെറ്റീരിയൽ ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യുക. ദെൻ ടോട്ടൽ റോ മെറ്റീരിയൽ നമുക്ക് കിട്ടും. അതിനുശേഷം ലെസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ. ടോട്ടൽ റോ മെറ്റീരിയൽ ഇത്രയുണ്ടെങ്കിൽ അതിൽ നിന്നും നമ്മൾ എത്രമാത്രം നമുക്ക് ബാക്കി ബാലൻസ് വന്നിട്ടുണ്ട്, അതാണ് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ. ഈ ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ ടോട്ടൽ റോ മെറ്റീരിയൽ നിന്നും ഡിഡക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഫിഗർ ആണ് എന്ത്? കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ കൺസ്യൂംഡ്. ക്ലിയർ? സോ ദിസ് ഇൻഫർമേഷൻ ഈസ് റിലേറ്റഡ് വിത്ത് മാനുഫാക്ചറിങ് കൺസേൺ. ഞാൻ പറഞ്ഞു നമുക്ക് മിക്കവാറും എന്തായിരിക്കില്ല, മാനുഫാക്ചറിങ് കൺസേണിന്റെ ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെന്റ് ആയിരിക്കത്തില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഇൻഫർമേഷൻ തീർച്ചയായിട്ടും നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ടി വരും. ക്ലിയർ? അപ്പം തേർഡ് വൺ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ കൺസ്യൂമഡ്. ആ ഇൻഫർമേഷൻസ് ക്വസ്റ്റിനകത്ത് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? എക്സ്പെൻസിൽ തുടക്കത്തിൽ നോട്ട് നമ്പർ 3 ഇവിടെ അതിന്റെ ടോട്ടൽ ഫിഗർ എഴുതി വെക്കാവുന്നതാണ്. ദെൻ നെക്സ്റ്റ് വൺ നോട്ട് നമ്പർ 4. സി പർച്ചേസ് ഓഫ് സ്റ്റോക്ക് ഇൻ ട്രേഡ്. പർച്ചേസ് ഓഫ് സ്റ്റോക്ക് ഇൻ ട്രേഡ് ഇവിടെ എഴുതിയിരിക്കുന്ന നോക്കാം. ഞാൻ പറഞ്ഞു മാനുഫാക്ചറിങ് കൺസേൺ ആണെങ്കിൽ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ കൺസ്യൂമഡ് ആണ്. ദെൻ ഇഫ് ഇറ്റ് ഈസ് എ ട്രേഡിംഗ് കൺസേൺ, ഒരു ട്രേഡിംഗ് കൺസേൺ നമ്മൾ നേരത്തെ പറഞ്ഞു ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് പർച്ചേസ് ആൻഡ് സെയിൽസ്, രണ്ടു തരം ട്രാൻസാക്ഷൻ ആണ്, പർച്ചേസ് ആൻഡ് സെയിൽസ് ഒരു ട്രേഡിംഗ് കൺസേണിന്. അപ്പോ അവർക്ക് തീർച്ചയായിട്ടും പർച്ചേസും ഉണ്ടാവും സെയിൽസും ഉണ്ടാവും. സെയിൽസ് നമ്മൾ റവന്യൂ ഫ്രം ഓപ്പറേഷനിൽ കാണിച്ചു. ദെൻ പർച്ചേസ് എവിടെയാണ് കാണിക്കേണ്ടത്? എക്സ്പെൻസിലാണ്. പർച്ചേസ് എക്സ്പെൻസ് ആണല്ലോ. അതാണ് നമ്മുടെ സാധാരണഗതിയിൽ ട്രയൽ ബാലൻസിൽ കാണുന്ന പർച്ചേസ്. അത് തന്നെയാണ് ഈ പർച്ചേസ്. പർച്ചേസ് ഓഫ് സ്റ്റോക്ക് ഇൻ ട്രേഡ് എന്ന ഹെഡിംഗ് ആണ് നമ്മുടെ റിവൈസ്ഡ് ഷെഡ്യൂൾ കാണിക്കുന്നത്. പർച്ചേസ് ഓഫ് സ്റ്റോക്ക് ഇൻ ട്രേഡ്. ഇവിടെ എഴുതിയിരിക്കുന്ന ഇൻഫർമേഷനുകൾ നോക്കാം. പർച്ചേസ് ഓഫ് ഗൂഡ്സ്. ഞാൻ പറഞ്ഞു ഇഫ് ഇറ്റ് ഈസ് എ ട്രേഡിംഗ് കൺസേൺ അവരുടെ ഓപ്പറേഷൻ എന്ന് പറയുന്നത് പർച്ചേസ് ഓഫ് ഗൂഡ്സ് ഫോർ റീസെയിൽ, തിരിച്ചു വിൽക്കുന്നതിന് വേണ്ടി മാനുഫാക്ചറിംഗ് കമ്പനിയുടെ കയ്യിൽ നിന്നോ എന്ത് ചെയ്യുന്നത്? സാധനങ്ങൾ, അതായത് ഓൾറെഡി ഉണ്ടാക്കി വെച്ച സാധനങ്ങൾ ഫിനിഷ്ഡ് ഗുഡ്സ് വാങ്ങി വീണ്ടും വിൽപ്പന ചെയ്യുന്നവരാണ് ആര്? ട്രേഡിംഗ് കൺസേൺ എന്ന് പറയുന്നത്. സോ അവരുടെ പർച്ചേസ് ഓഫ് ഗുഡ്സ് ഫോർ റീസെയിൽ അതാണ് നമ്മൾ ഇവിടെ റെക്കോർഡ് ചെയ്യേണ്ടത്. നമുക്ക് എപ്പോഴും അറിയുന്ന ഒരു കാര്യമാണ് പർച്ചേസിൽ നിന്നും വി ഷുഡ് ഡിഡക്ട് പർച്ചേസ് റിട്ടേൺ. പർച്ചേസ് റിട്ടേൺ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഡിഡക്ട് ചെയ്യേണ്ടി വരും. അപ്പോ പർച്ചേസ് റിട്ടേണിന്റെ വേറൊരു പേരെന്താണ്? റിട്ടേൺ ഔട്ട്വേർഡ്. ക്ലിയർ? റിട്ടേൺ ഔട്ട്വേർഡ്. ഇത് ക്വസ്റ്റിനകത്ത് കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും എവിടെ നിന്ന് ഡിഡക്ട് ചെയ്യാം? പർച്ചേസിൽ നിന്ന് ഡിഡക്ട് ചെയ്യാം. ഇവിടെ ഞാനൊരു ഇൻഫർമേഷൻ എഴുതിയിരിക്കുന്നത് ആഡ് ചെയ്യാൻ വേണ്ടി ക്യാരേജ് ഇൻവേർഡ്. ചില സമയങ്ങളിൽ ക്യാരേജ് ഇൻവേർഡ് തന്നിട്ടുണ്ടാവാം ട്രയൽ ബാലൻസിൽ. നമുക്കറിയാം അതൊരു ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. അപ്പൊ നമുക്ക് ക്യാരേജ് ഇൻവേർഡ് ഉണ്ടെങ്കിൽ അത് നമുക്ക് ഇതിന്റെ കൂടെ ആഡ് ചെയ്യാം, പർച്ചേസ് ഓഫ് ഗൂഡ്സിന്റെ കൂടെ ആഡ് ചെയ്യാം. സാധനങ്ങൾ വാങ്ങിയതിന്റെ സാധനങ്ങൾ വാങ്ങിയത് നമ്മുടെ ഓർഗനൈസേഷനിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് ഉണ്ടാവുന്ന കൂലിയാണ് carriage inward. So if any information relating with the carriage inward is there, then we should add with the purchase of goods. Then finally we should deduct purchase returns from purchase. Clear? പർച്ചേസിൽ നിന്ന് എപ്പോഴും പർച്ചേസ് റിട്ടേൺ ലെസ് ചെയ്യണം. ഇതൊക്കെ നമുക്ക് യൂഷ്വൽ ആയിട്ട് അറിയുന്ന ഇൻഫർമേഷൻസ് ആണ്. അപ്പൊ നോട്ട് നമ്പർ 4 പർച്ചേസ് ഓഫ് സ്റ്റോക്ക് ഇൻ ട്രേഡ്. ഒന്നുകൂടെ പറയാം, പർച്ചേസ് ഓഫ് ഗുഡ്സ് ആഡ് ക്യാരേജ് ഇൻവേർഡ് ലെസ് പർച്ചേസ് റിട്ടേൺസ്. പർച്ചേസ് റിട്ടേണിന്റെ വേറൊരു പേര് റിട്ടേൺ ഔട്ട്വേർഡ്. ക്ലിയർ അല്ലേ? അപ്പൊ 4th വൺ
പർച്ചേസ് ഓഫ് സ്റ്റോക്ക് ഇൻ ട്രേഡ്. ഈ നെറ്റ് ഫിഗർ ആണ് നമ്മൾ ഇവിടെ കാണിക്കേണ്ടത്. ക്ലിയർ? ദെൻ മൂവ് ടു അനദർ നോട്ട് നമ്പർ, ദാറ്റ് ഈസ് ചേഞ്ചസ് ഇൻ ഇൻവെന്ററീസ്. നോട്ട് നമ്പർ 5. ചേഞ്ചസ് ഇൻ ഇൻവെന്ററീസ്. നെക്സ്റ്റ് ചേഞ്ചസ് ഇൻ ഇൻവെന്ററീസ്, നോട്ട് നമ്പർ 5. ക്ലിയർ? അപ്പൊ നമുക്ക് നോക്കാം. ചേഞ്ചസ് ഇൻ ഇൻവെന്ററീസിന്റെ ഹെഡിങ്ങിൽ ഞാൻ 2 ഐറ്റമാണ് എഴുതിയിരിക്കുന്നത്. സി, ചേഞ്ചസ് ഇൻ ഇൻവെന്ററി. ഇൻവെന്ററി എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റോക്കുകളെയാണ് ഇൻവെന്ററീസിൽ പെടുത്തുന്നത്. അപ്പോ ഇവിടെ 2 ഐറ്റമാണ് എഴുതിയിരിക്കുന്നത്, ഓപ്പണിംഗ് സ്റ്റോക്ക് ആൻഡ് ക്ലോസിംഗ് സ്റ്റോക്ക്. ഓപ്പണിംഗ് സ്റ്റോക്ക് ലെസ് ക്ലോസിംഗ് സ്റ്റോക്ക്, ദ റിസൾട്ടന്റ് ഫിഗർ. ഇവിടെ നമുക്ക് we will get either positive figure or negative figure. ഒന്നുകിൽ പോസിറ്റീവ് ആയിരിക്കും കിട്ടും, അല്ലെങ്കിൽ നെഗറ്റീവ് ഫിഗർ ആണ് കിട്ടുന്നത്. ഒന്നുകൂടെ പറയാം. ചേഞ്ചസ് ഇൻ ഇൻവെന്ററീസ്. ചേഞ്ചസ് ഇൻ ഇൻവെന്ററി കാണിക്കേണ്ടത് 2 ഐറ്റമാണ്, ഓപ്പണിംഗ് സ്റ്റോക്ക് ആൻഡ് ക്ലോസിംഗ് സ്റ്റോക്ക്. അപ്പൊ ഓപ്പണിംഗ് സ്റ്റോക്കിൽ നിന്നും എപ്പോഴും എന്ത് ചെയ്യുക? ഡിഡക്റ്റ് ക്ലോസിംഗ് സ്റ്റോക്ക്. ഇതിങ്ങനെ തന്നെ ചെയ്യണം. അപ്പൊ നമുക്ക് എന്താ കിട്ടുന്നത്? ഒന്നുകിൽ പോസിറ്റീവ് ഫിഗർ കിട്ടും, അല്ലെങ്കിൽ നെഗറ്റീവ് ഫിഗർ കിട്ടും. സി, ഇത് പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും നമ്മൾ എന്ത് ചെയ്യണം? ഈ കിട്ടുന്ന ഫിഗർ നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ നോട്ട് നമ്പർ 5 കണ്ടല്ലോ, ചേഞ്ചസ് ഇൻ ഇൻവെന്ററി, ഇവിടെ റെക്കോർഡ് ചെയ്യണം. സാധാരണ ഗതിയിൽ നമുക്കറിയാം, പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെന്റ് വരയ്ക്കുന്ന സമയത്ത് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിൽ ഓപ്പണിംഗ് സ്റ്റോക്കും ക്ലോസിംഗ് സ്റ്റോക്കും കാണിക്കാറുണ്ട് അല്ലേ? ഈ ഓപ്പണിംഗ് സ്റ്റോക്കും ക്ലോസിംഗ് സ്റ്റോക്കും നമ്മളിപ്പോൾ ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നില്ലല്ലോ. പകരം നമ്മൾ എന്ത് ചെയ്യുന്നു? പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെന്റ് തന്നെ അഡ്ജസ്റ്റ് ചെയ്യുന്നു. അപ്പൊ പോസിറ്റീവ് ഫിഗർ ആണെങ്കിലും നെഗറ്റീവ് ഫിഗർ ആണെങ്കിലും ഇവിടെ കാണിക്കണം എന്നാ പറഞ്ഞ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെന്റിൽ ചേഞ്ചസ് ഇൻ ഇൻവെന്ററീസിൽ നമ്മൾ ഇത് കാണിക്കണം. ദെൻ ഞാനൊരു എക്സാമ്പിൾ പറയാം. സി, ഇതൊരു 10,000 rupees ആണെന്ന് വിചാരിക്കുക. ഇറ്റ് ഇസ് എ പോസിറ്റീവ് ഫിഗർ. ക്ലിയർ? ഇതൊരു പോസിറ്റീവ് ഫിഗർ ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഓരോ എക്സ്പെൻസും ടോട്ടൽ 3, 4, 5, 6, 7, 8, 9 ഇത്രയും എക്സ്പെൻസുകൾ ഉണ്ട്. ഈ എക്സ്പെൻസുകളൊക്കെ നമ്മൾ ഒരുമിച്ച് ആഡ് ചെയ്യും. അപ്പൊ നമുക്ക് ടോട്ടൽ എക്സ്പെൻസ് കിട്ടും. ഇവിടെ പോസിറ്റീവ് ഫിഗർ ആണെങ്കിൽ കുഴപ്പമില്ല, ബാക്കി എല്ലാ ഫിഗറും ആഡ് ചെയ്യുന്നത് പോലെ ഇതിനെ ആഡ് ചെയ്യാം. സപ്പോസ് നമുക്കിതൊരു നെഗറ്റീവ് ഫിഗർ ആണെന്ന് വിചാരിച്ചു. If it is a negative figure, നമുക്കിത് ഒരു ബ്രാക്കറ്റിനകത്ത് കാണിക്കാം, അല്ലെങ്കിൽ മൈനസിന് ഇവിടെ കാണിച്ചാലും മതി. അപ്പോൾ നെഗറ്റീവ് ഫിഗർ ആണെങ്കിൽ ഇതിന്റെ മീനിങ് എന്താ? റോ മെറ്റീരിയൽ കൺസ്യൂംഡ്, പർച്ചേസ് ഓഫ് സ്റ്റോക്ക് ഇൻ ട്രേഡ്, എംപ്ലോയി ബെനിഫിറ്റ് എക്സ്പെൻസ്, അതായത് 3, 4, 6, 7 ഈ ഐറ്റംസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യും? ആഡ് ചെയ്യും. പക്ഷേ ഇതിൽ ഒരെണ്ണം മാത്രം എന്ത് ചെയ്യേണ്ടി വരും? ഡിഡക്ട് ചെയ്യേണ്ടി വരും. ഇതൊരു നെഗറ്റീവ് ഫിഗർ ആണെങ്കിൽ ബാക്കി എല്ലാം ആഡ് ചെയ്തതിന് ശേഷം ഇതിനെ മാത്രം എന്ത് ചെയ്യണം? ഡിഡക്ട് ചെയ്യണം. ക്ലിയർ? ഇതാണ് എന്ത്? ചേഞ്ചസ് ഇൻ ഇൻവെന്ററീസിനെ കുറിച്ച് പറയാനുള്ളത്. ഇപ്പൊ ഓപ്പണിംഗ് സ്റ്റോക്കിൽ നിന്ന് എപ്പോഴും എന്ത് ചെയ്യുക? ക്ലോസിംഗ് സ്റ്റോക്ക് ഡിഡക്ട് ചെയ്യുക, അല്ലെങ്കിൽ നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. ആദ്യം ഓപ്പണിംഗ് സ്റ്റോക്ക് തന്നെ എഴുതുക, ലെസ് ക്ലോസിംഗ് സ്റ്റോക്ക്. ദെൻ 6th one, നോട്ട് നമ്പർ 6 നോക്കിക്കോ. എംപ്ലോയി ബെനിഫിറ്റ് എക്സ്പെൻസസ്. സി, എംപ്ലോയി ബെനിഫിറ്റ് എക്സ്പെൻസിന്റെ ഹെഡിങ്ങിൽ വരുന്നത് സാലറീസ്, ദെൻ വേജസ്, സ്റ്റാഫ് welfare expenses, then contribution to PF. സി, ഞാനിവിടെ 4 ഐറ്റമാണ് എഴുതിയിരിക്കുന്നത്. എംപ്ലോയി ബെനിഫിറ്റ് എക്സ്പെൻസ്. നിങ്ങൾ ഹെഡിങ് നോക്കാം. എംപ്ലോയീസിന്റെ ബെനിഫിറ്റ്സിന് വേണ്ടിയിട്ട് നമ്മൾ ചെലവഴിക്കുന്ന എക്സ്പെൻസ്, ഇതാണ് എംപ്ലോയി ബെനിഫിറ്റ് എക്സ്പെൻസ്. അതിനകത്ത് സാധാരണഗതിയിൽ വരുന്ന എന്തൊക്കെ തന്നെയാണ്? ലേബേഴ്സിന് കൊടുക്കുന്ന വേജസ്, എംപ്ലോയീസിന് കൊടുക്കുന്ന ഓഫീസ് എംപ്ലോയീസിന് കൊടുക്കുന്ന സാലറി, then other staff welfare expenses, then contribution to PF, contribution to ESI. ഇങ്ങനെ എന്തെങ്കിലും ഇൻഫർമേഷൻസ് എംപ്ലോയീസിന് കൊടുക്കുന്ന, അതായത് വർക്കേഴ്സിന് കൊടുക്കുന്നതായാലും എംപ്ലോയീസിന് കൊടുക്കുന്നതായാലും എന്തെങ്കിലും ഇൻഫർമേഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? എംപ്ലോയി ബെനിഫിറ്റ് എക്സ്പെൻസിന്റെ ഹെഡിങ്ങിന്റെ അണ്ടറിലാണ് അത് റെക്കോർഡ് ചെയ്യേണ്ടത്. ഈ ഒരു ഹെഡിങ് എഴുതുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞെങ്കിൽ, if any outstanding is given, that should be added. സപ്പോസ് സാലറി എന്ന് പറയുന്നത് ട്രയൽ ബാലൻസ് കൊടുക്കും. നമുക്കറിയാം, നമ്മളിപ്പോ എഴുതിക്കൊണ്ടിരിക്കുന്നത് ട്രയൽ ബാലൻസിന്റെ ഡെബിറ്റ് സൈഡിലുള്ള എക്സ്പെൻസുകളാണ് എഴുതുന്നത്. അപ്പോ സാലറി എന്ന് പറയുന്നത് ട്രയൽ ബാലൻസിന്റെ ഡെബിറ്റ് സൈഡിലാണ് ഉണ്ടാവുന്നത്. ഈ സാലറി എഴുതി കഴിഞ്ഞതിന് ശേഷം നമ്മൾ അഡ്ജസ്റ്റ്മെന്റിലേക്ക് നോക്കണം. അഡ്ജസ്റ്റ്മെന്റില് സാലറി ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറഞ്ഞ് കാണുന്നുണ്ടെങ്കിൽ ദാറ്റ് ഔട്ട്സ്റ്റാൻഡിങ് ഷുഡ് ബി ആഡഡ്. ക്ലിയർ? അപ്പൊ ഇപ്പൊ വേജസ് ആണെങ്കിൽ ആഡ് ഔട്ട്സ്റ്റാൻഡിങ് വേജസ്, അല്ലെങ്കിൽ സ്റ്റാഫ് വെൽഫെയർ എക്സ്പെൻസ് ആണെങ്കിൽ ആഡ് സ്റ്റാഫ് ഔട്ട്സ്റ്റാൻഡിങ് സ്റ്റാഫ് വെൽഫെയർ എക്സ്പെൻസ്, അങ്ങനെയാണ് വരിക. സോ ഓർമ്മിക്കേണ്ട കാര്യം, എനി ഔട്ട്സ്റ്റാൻഡിങ് ഈസ് ഗിവൺ ഇൻ യുവർ ക്വസ്റ്റ്യൻ റിലേറ്റഡ് വിത്ത് എംപ്ലോയി ബെനിഫിറ്റ് എക്സ്പെൻസസ്, ദാറ്റ് ഷുഡ് ബി ആഡഡ്. സിമിലർലി ഡിഡക്ട്
prepaid. If any. See, prepaid അതുപോലെ ഔട്ട്സ്റ്റാൻഡിങ് ആഡ് ചെയ്യണമെന്ന് പറഞ്ഞു. ദെൻ പ്രീപെയ്ഡ് ആണ് ഉള്ളതെങ്കിൽ ദാറ്റ് ഷുഡ് ബി ഡിഡക്റ്റഡ്. അപ്പൊ സാലറി പ്രീപെയ്ഡ് ഉണ്ടെങ്കിൽ ഇത് സാധാരണഗതിയിൽ അഡ്ജസ്റ്റ്മെന്റ് കാണും. പ്രീപെയ്ഡ് ആണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ ദാറ്റ് ഷുഡ് ബി ഡിഡക്റ്റഡ്. അപ്പൊ ആഡ് ഔട്ട്സ്റ്റാൻഡിങ് ലെസ് പ്രീപെയ്ഡ്. ഇതാണ് എന്ത് എംപ്ലോയി ബെനിഫിറ്റ് എക്സ്പെൻസിനകത്ത് വരുന്നത്. ഈ ഐറ്റംസ് സ്ഥിരമായിട്ട് വരുന്നതാണ്. സാലറി, വേജസ്, മറ്റ് എംപ്ലോയീസിന് കൊടുക്കുന്ന എന്താണ് ബെനിഫിറ്റ്സ്. ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ ആഡ് ചെയ്യുക, പ്രീപെയ്ഡ് ഉണ്ടെങ്കിൽ ലെസ് ചെയ്യുക. ക്ലിയർ? അപ്പോൾ 6th നോട്ട് നമ്പർ ഈസ് ഓവർ. ദെൻ 7th വൺ ഫിനാൻസ് കോസ്റ്റ്, നോട്ട് നമ്പർ 7. സോ നോട്ട് നമ്പർ 7 ഫിനാൻസ് കോസ്റ്റ്. അപ്പൊ ഫിനാൻസ് കോസ്റ്റ് അടുത്തൊരു എക്സ്പെൻസ് ആണെന്ന് അറിയാലോ. ഫിനാൻസ് കോസ്റ്റ് എന്താ? അതിന്റെ പേര് തന്നെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. ദ കോസ്റ്റ് ഇൻകേർഡ് ഫോർ റേസിംഗ് ഫണ്ട്. ഒരു കമ്പനിക്ക് ഫണ്ട് റേസ് ചെയ്യേണ്ടി വരും. ബാങ്കിൽ നിന്ന് ലോൺ എടുക്കേണ്ടി വരും, മറ്റ് സ്ഥാപനങ്ങളിൽ നിന്ന് അത് ലോൺ എടുക്കും. അതേപോലെ തന്നെ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യും, ബോണ്ട് ഇഷ്യൂ ചെയ്യും. അങ്ങനെയൊക്കെയുള്ള സമയത്ത് ഈ ഡിബഞ്ചറും ബോണ്ട്സ് ഒക്കെ ഇഷ്യൂ ചെയ്യുന്ന നമുക്ക് എന്തിനാണെന്നറിയാം? ഫോർ റേസിംഗ് ഫിനാൻസ്. ആ സമയത്ത് നമുക്ക് ഇപ്പൊ സപ്പോസ് ഒരു ബാങ്കിൽ നിന്ന് ലോണാണ് എടുക്കുന്നതെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കേണ്ടി വരും? ബാങ്കിന് ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടി വരും. അങ്ങനെയുള്ള ഇൻട്രസ്റ്റ് എന്താണ്? ഒരു എക്സ്പെൻസ് ആണ് നമുക്ക്. അങ്ങനെയുള്ള എക്സ്പെൻസുകളാണ് ഇവിടെ കാണിക്കേണ്ടത്, ഫിനാൻസ് കോസ്റ്റ് എന്ന ഹെഡിങ്ങിൽ കാണിക്കേണ്ടത്. ക്ലിയർ അല്ലേ? അപ്പൊ നോക്കാം. ഇൻട്രസ്റ്റ് ഓൺ ലോൺ, ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ്, ഇൻട്രസ്റ്റ് ഓൺ ബോണ്ട്. ഇനി ഈ ഐറ്റംസ് നമുക്ക് എവിടെ നിന്നാണ് ലഭിക്കുന്നത്? എക്സ്പെൻസ് അല്ലേ? ഇത് ട്രയൽ ബാലൻസിന്റെ ഡെബിറ്റ് സൈഡിലാണ് ഉണ്ടാവുന്നത്. നമ്മൾ എക്സ്പെൻസ് എഴുതുന്ന സമയത്ത് ഒരു കാരണവശാലും ക്രെഡിറ്റ് സൈഡ് കാണത്തില്ല. എവിടെ ഉണ്ടാവുക? ഡെബിറ്റ് സൈഡിലാണ് ഉണ്ടാവുക. അപ്പോൾ ഒന്നുകൂടെ പറയാം. ഇൻട്രസ്റ്റ് ഓൺ ലോൺ, ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ്, ഇൻട്രസ്റ്റ് ഓൺ ബോണ്ട്. ഇത് 2-3 ഐറ്റം ആണ് എഴുതിയിരിക്കുന്നത്. ഓർത്ത് വെക്കണം. ഫിനാൻസ് ഫണ്ട് റേസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഉണ്ടാവുന്ന എക്സ്പെൻസ് ആണ് ഫിനാൻസ് കോസ്റ്റില് കാണിക്കേണ്ടത്. അപ്പൊ ഇതിന്റെ ടോട്ടൽ ഇപ്പൊ 3 ഐറ്റം ഉണ്ടെങ്കിൽ ഇതിന്റെ ടോട്ടൽ ആണ് എന്ത് ചെയ്യേണ്ടത്? നമ്മൾ 7th നോട്ടിലേക്ക്, അതായത് നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെന്റിന്റെ ഫേസ് നോക്കാം. നമുക്ക് നോട്ട് നമ്പർ 7 ഫിനാൻസ് കോസ്റ്റ്, ഇതിന്റെ ടോട്ടൽ ആണ് നമ്മൾ ഇവിടെ റെക്കോർഡ് ചെയ്യേണ്ടത്. ക്ലിയർ അല്ലേ? അപ്പോ 7th വൺ ഇതും എഴുതുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, എനി ഇൻഫോർമേഷൻ ഈസ് ഗിവൺ ഇൻ ദി അഡ്ജസ്റ്റ്മെന്റ്. ഫോർ എക്സാമ്പിൾ ഔട്ട്സ്റ്റാൻഡിങ്, പ്രീപെയ്ഡ്, അങ്ങനെ എന്തെങ്കിലും ഇൻഫർമേഷൻസ് ഇതുമായിട്ട് ബന്ധപ്പെടുത്തി ഉണ്ടെങ്കിൽ ദാറ്റ് ഷുഡ് ബി അഡ്ജസ്റ്റഡ്. അറിയാലോ, ഔട്ട്സ്റ്റാൻഡിങ് ആഡ് ചെയ്യുക, പ്രീപെയ്ഡ് ഡിഡക്ട് ചെയ്യുക. ക്ലിയർ അല്ലേ? അപ്പൊ ഇതിന്റെ ടോട്ടൽ നമ്മൾ എന്ത് ചെയ്യുന്നു? നോട്ട് നമ്പർ 7 ഇവിടെ നമ്മൾ ഇത് എന്താണ് റെക്കോർഡ് ചെയ്താൽ മതിയാകും. നെക്സ്റ്റ് വൺ നോട്ട് നമ്പർ 8. സി നോട്ട് നമ്പർ 8 ഡിപ്രീസിയേഷൻ ആൻഡ് അമോർട്ടൈസേഷൻ എക്സ്പെൻസസ്. ഡിപ്രീസിയേഷൻ ആൻഡ് അമോർട്ടൈസേഷൻ എക്സ്പെൻസ് നോട്ട് നമ്പർ 8 ആണ്. നമുക്ക് നോട്ടിലേക്ക് പോവാം. ഞാനിവിടെ എഴുതിയിരിക്കുന്നത് ഡിപ്രീസിയേഷൻ. സി ഡിപ്രീസിയേഷൻ ഈസ് യൂഷ്വലി പ്രൊവൈഡഡ് ഫോർ ടാൻജിബിൾ അസറ്റ്. ഇപ്പൊ ടാൻജിബിൾ അസറ്റ്, ഇൻടാൻജിബിൾ അസറ്റ് നമുക്കറിയാലോ. ഫിക്സഡ് അസറ്റ് നമ്മൾ 2 ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്, ടാൻജിബിൾ അസറ്റ് എന്നും ഇൻടാൻജിബിൾ അസറ്റ് എന്നും. ടാൻജിബിൾ അസറ്റ് നമുക്കറിയാം, ദ അസറ്റ് ദാറ്റ് വി ക്യാൻ സീ ആൻഡ് ടച്ച്, നമുക്ക് കാണാനും തൊടാനും പറ്റുന്ന അസറ്റുകളാണ് ടാൻജിബിൾ അസറ്റ്. ലാൻഡ്, ബിൽഡിംഗ്, മെഷീനറി, പ്ലാന്റ്. ക്ലിയർ? അപ്പോ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് ഡിക്രീസ് ഇൻ വാല്യൂ ഓഫ് ടാൻജിബിൾ അസറ്റ്. ടാൻജിബിൾ അസറ്റ് ആയിട്ടുള്ള ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, പ്ലാന്റ് ആൻഡ് മെഷീനറി, ഇവയ്ക്കുള്ള ഡിക്രീസ് ഇൻ വാല്യൂ, അവരുടെ വാല്യൂലുള്ള ഡിക്രീസിനാണ് എന്ന് പറയുന്നത് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. ദെൻ വാട്ട് അബൌട്ട് അമോർട്ടൈസേഷൻ? അമോർട്ടൈസേഷൻ ഈസ് യൂഷ്വലി പ്രൊവൈഡഡ് ഫോർ ഇൻടാൻജിബിൾ അസറ്റ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ 2 ഇൻഫർമേഷനകത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുന്നത് ഡിപ്രീസിയേഷൻ ആണ്. നമുക്കറിയാം ഇത് നമ്മുടെ അഡ്ജസ്റ്റ്മെന്റിലാണ് മിക്കവാറും ഉണ്ടാവുന്നത്. പ്രൊവൈഡ് 10% ഡിപ്രീസിയേഷൻ ഓൺ ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, പ്രൊവൈഡ് 15% ഡിപ്രീസിയേഷൻ ഓൺ പ്ലാന്റ് ആൻഡ് മെഷീനറി, ഇങ്ങനെയാണ് ഉണ്ടാവുക. അപ്പോ ഡിപ്രീസിയേഷൻ കൊടുക്കേണ്ടത് ആർക്കാണ്? ടാൻജിബിൾ അസറ്റ്സ്. അമോർട്ടൈസേഷൻ ആർക്ക് വേണ്ടിയിട്ടാണ്? ഇൻടാൻജിബിൾ അസറ്റ്. ഇൻടാൻജിബിൾ അസറ്റ് ഏതൊക്കെയാണ് നമുക്കറിയാലോ. ഗുഡ് വിൽ, പാറ്റന്റ്, ട്രേഡ് മാർക്ക്, ഇതൊക്കെയാണ് എന്ത്? ഇൻടാൻജിബിൾ അസറ്റ്. അപ്പൊ ഇതെങ്ങനെയാണ് റെക്കോർഡ് ചെയ്ത് നോക്കിക്കോ. ഡിപ്രീസിയേഷൻ ഓൺ ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, ഡിപ്രീസിയേഷൻ ഓൺ പ്ലാന്റ് ആൻഡ് മെഷീനറി, ഡിപ്രീസിയേഷൻ ഓൺ ഫർണിച്ചർ ആൻഡ് ഫിക്ചേഴ്സ്, ഇതൊക്കെ ഡിപ്രീസിയേഷൻ ആണ് ഞാൻ എഴുതിയത്. ഇതേപോലെ അമോർട്ടൈസേഷൻ ഉണ്ടെങ്കിൽ രണ്ടും ഒരു ഹെഡിങ്ങിലാണ് കാണിക്കുന്നത്. ഡിപ്രീസിയേഷൻ ആൻഡ് അമോർട്ടൈസേഷൻ രണ്ടും ഒരു ഹെഡിങ്ങിലാണ്. അപ്പൊ ഡിപ്രീസിയേഷൻ ഉണ്ടെങ്കിലും ഈ ഹെഡിങ്ങിൽ കാണിക്കണം, അമോർട്ടൈസേഷൻ ഇവിടെ തന്നെയാണ് കാണിക്കേണ്ടത്. അപ്പൊ ഡിപ്രീസിയേഷൻ ഞാൻ പറഞ്ഞു ടാൻജിബിൾ അസറ്റ് നമ്മൾ എഴുതി. ഇനി ഇൻഫോർമേഷൻ റിലേറ്റഡ് വിത്ത് അമോർട്ടൈസേഷൻ. അമോർട്ടൈസേഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അതായത് ഇൻടാൻജിബിൾ അസറ്റിനെ കുറിച്ച് സപ്പോസ് അഡ്ജസ്റ്റ്മെന്റ് പറയുന്നത് ഗുഡ് വിൽ റിട്ടേൺ ഓഫ് 1000 rupees, അല്ലെങ്കിൽ എന്താണ് പാറ്റന്റ് ഓർ ട്രേഡ് മാർക്ക് റിട്ടേൺ ഓഫ് 1000 rupees, അങ്ങനെ ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ അത് ഇൻടാൻജിബിൾ അസറ്റ്
റൈറ്റ് ഓഫ് ചെയ്യുന്നതാണ്, അതിനാണ് എന്ത് പറയുന്നത്, അമോർട്ടൈസേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അതിനുവേണ്ടി ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഡിപ്രീസിയേഷൻ കൂടാതെ എഴുതിയിരിക്കുന്ന എന്താ, ഗുഡ് വിൽ റിട്ടേൺ ഓഫ്, പാറ്റന്റ് ഓർ ട്രേഡ് മാർക്ക് റിട്ടേൺ ഓഫ്. സാധാരണഗതിയിൽ ഈ ഇൻഫർമേഷൻസ് ഉണ്ടാവുന്നത് അഡ്ജസ്റ്റ്മെന്റിലാണ്. ക്ലിയർ അല്ലേ? അപ്പോൾ ഇങ്ങനെയുള്ള ഇൻഫർമേഷൻ നമ്മൾ കാണിക്കേണ്ടത് നോട്ട് നമ്പർ 8 ഡിപ്രീസിയേഷൻ ആൻഡ് അമോർട്ടൈസേഷൻ എക്സ്പെൻസ്. അപ്പോൾ ഡിപ്രീസിയേഷൻ ഉണ്ടെങ്കിൽ ഡിപ്രീസിയേഷൻ ആദ്യം എഴുതുക, രണ്ടാമത് ആരെ റെക്കോർഡ് ചെയ്താൽ മതി, അമോർട്ടൈസേഷൻ ഉണ്ടെങ്കിൽ. അമോർട്ടൈസേഷൻ ഒക്കെ എപ്പോഴും നമുക്ക് അഡ്ജസ്റ്റ്മെന്റിലാണ് ഉണ്ടാവുക. ക്ലിയർ അല്ലേ? ദെൻ നോട്ട് നമ്പർ, അപ്പൊ നോട്ട് നമ്പർ 8 ഇവിടെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ടോട്ടൽ, ഇതിന്റെ ടോട്ടൽ എന്ന് പറയുന്നതാ. അതായത് ഇപ്പോ നമ്മള് ടാൻജിബിൾ അസറ്റിന്റെ ഡിപ്രീസിയേഷനും ഇൻടാൻജിബിൾ അസറ്റിന്റെ അമോർട്ടൈസേഷനും ഇതിന്റെ ടോട്ടൽ ആണ് ഇവിടെ റെക്കോർഡ് ചെയ്യേണ്ടത്, നമ്മുടെ നോട്ട് നമ്പർ 8 ഇവിടെ റെക്കോർഡ് ചെയ്യേണ്ടത്. ക്ലിയർ അല്ലേ? ദെൻ ദ ലാസ്റ്റ് നോട്ട് നമ്പർ അതർ എക്സ്പെൻസസ്, നോട്ട് നമ്പർ 9 ആണ്. നോട്ട് നമ്പർ 9 അതർ എക്സ്പെൻസസ്. ദെൻ നോട്ട് നമ്പർ 9 അതർ എക്സ്പെൻസസ്. ക്ലിയർ? അപ്പൊ നമുക്ക് നോട്ട് നമ്പർ 8 വരെ നമ്മൾ പഠിച്ചു കഴിഞ്ഞല്ലോ. ലാസ്റ്റ് നോട്ട് ടു അക്കൗണ്ട്സ് ആണ് എന്ത്, അതർ എക്സ്പെൻസസ്. ഇവിടെ നോക്കാം, അതർ എക്സ്പെൻസ് എന്ന് പറഞ്ഞെങ്കിൽ നമ്മൾ ഇതുവരെ എത്ര ഹെഡിങ്സിൽ എക്സ്പെൻസ് പഠിച്ചു? 3 മുതൽ നമ്മൾ 8 വരെയും എക്സ്പെൻസിന്റെ ഹെഡിങ്സ് ആയിരുന്നു. ഈ 3 മുതൽ 8 വരെയുള്ള ഹെഡിങ്സിൽ വരാത്ത എക്സ്പെൻസുകളാണ് ഇവിടെ റെക്കോർഡ് ചെയ്യേണ്ടത്, അതർ എക്സ്പെൻസസ്. ക്ലിയർ അല്ലേ? അപ്പൊ എന്തൊക്കെ ഐറ്റംസ് നോക്കിക്കോ, റെന്റ്, പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി, ഡയറക്ടേഴ്സ് ഫീസ്, ഇലക്ട്രിസിറ്റി ചാർജസ്, അതർ ഓഫീസ് എക്സ്പെൻസസ്, അഡ്വർടൈസിങ്, ക്യാരേജ് ഔട്ട്വേർഡ്, ബാഡ് ഡെപ്റ്റ്, സൺട്രി എക്സ്പെൻസസ്. ചില ഐറ്റംസ് മാത്രമാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്. ഇത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യം, റെന്റ്, പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി, ഡയറക്ടേഴ്സ് ഫീസ്, ഇലക്ട്രിസിറ്റി ചാർജസ്, ദീസ് ആർ ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസ്. Similarly, advertising, carriage outward, bad debt, they are selling and distribution expenses. അപ്പോ അതർ എക്സ്പെൻസിന്റെ ഹെഡിങ്ങിൽ വരുന്നത് എക്സ്പെൻസുകൾ നമ്മൾ ഇങ്ങനെയാണ് എഴുതുക, ഓഫീസ് എക്സ്പെൻസ്, അതേപോലെ അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ്, ദെൻ അതുപോലെ തന്നെ സെല്ലിംഗ് എക്സ്പെൻസ്, ദെൻ ഫൈനലി ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസ്. ഇങ്ങനെ 4 ക്ലാസിഫിക്കേഷൻ ആണ് ഇവിടെ വരുന്നത്, അതർ എക്സ്പെൻസിൽ വരുന്നത്. അപ്പൊ ഓഫീസ് എക്സ്പെൻസ്, അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ്, സെല്ലിംഗ് എക്സ്പെൻസ്, ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസ്, ആ എക്സ്പെൻസുകളാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇതിൽ നമുക്ക് സെയിം പ്രൊസീജിയർ തന്നെയാണ്. എനി ഔട്ട്സ്റ്റാൻഡിംഗ് ഈസ് ദാറ്റ് ഷുഡ് ബി ആഡഡ്, ആൻഡ് സിമിലർലി പ്രീപെയ്ഡ് ഉണ്ടെങ്കിൽ അത് എന്ത് ചെയ്യണം, ദാറ്റ് ഷുഡ് ബി ഡിഡക്റ്റഡ്. സെയിം പ്രൊസീജിയർ. ദെൻ ഇവിടെ ബാഡ് ഡെപ്റ്റ് കണ്ടല്ലോ, ബാഡ് ഡെപ്റ്റിന് സെപ്പറേറ്റ് ട്രീറ്റ്മെന്റ് ആണ്, അത് ഞാൻ പറഞ്ഞു തരാം. ദെൻ ലാസ്റ്റ് ആയിട്ട് എന്താണ്, സൺട്രി എക്സ്പെൻസ്. സൺട്രി എക്സ്പെൻസ് നമുക്ക് അറിയാൻ പറ്റും എന്താ, സൺട്രി എക്സ്പെൻസ് മിസലേനിയസ് എക്സ്പെൻസ്, മറ്റ് പല വകയായിട്ടുള്ള എക്സ്പെൻസുകളാണ്. ഇതൊക്കെ സാധാരണഗതിയിൽ ട്രയൽ ബാലൻസിൽ ഉണ്ടാകുന്ന ഐറ്റം ആണ്. ഇതൊക്കെ തന്നെ എവിടെ ഉണ്ടാവുന്നത്, ട്രയൽ ബാലൻസിന്റെ ഡെബിറ്റ് സൈഡിലായിരിക്കും, എക്സ്പെൻസുകളല്ലേ. ദെൻ ബാഡ് ഡെപ്റ്റ് നമുക്ക് സെപ്പറേറ്റ് പറയാം. അപ്പൊ ഓഫീസ്, അഡ്മിനിസ്ട്രേറ്റീവ്, സെല്ലിംഗ്, ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസുകളാണ് അതർ എക്സ്പെൻസിനകത്ത് വരുന്നത്. ക്ലിയർ? അപ്പോ ഞാൻ ബാഡ് ഡെപ്റ്റ് സെപ്പറേറ്റ് ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞില്ലേ, ട്രീറ്റ്മെന്റ് ഓഫ് ബാഡ് ഡെപ്റ്റ് നോക്കാം. ബാഡ് ഡെപ്റ്റ്, ആഡ് ന്യൂ പ്രൊവിഷൻ, ലെസ് ഓൾഡ് പ്രൊവിഷൻ. ഇപ്പോ സപ്പോസ് നമ്മുടെ ട്രയൽ ബാലൻസിൽ ബാഡ് ഡെപ്റ്റ് ഉണ്ട്. ബാഡ് ഡെപ്റ്റ് എവിടെ ഉണ്ടാവുക, ഡെബിറ്റ് സൈഡിലാണ് ഉണ്ടാവുന്നത്. ക്ലിയർ? ദെൻ ബാഡ് ഡെപ്റ്റ് ട്രയൽ ബാലൻസിന്റെ ഡെബിറ്റ് സൈഡിലുണ്ട്. ദെൻ ന്യൂ പ്രൊവിഷൻ എപ്പോഴും ഇവിടെ ഉണ്ടാവുന്നത് അഡ്ജസ്റ്റ്മെന്റിലായിരിക്കും ഉണ്ടാവുക. ദിസ് ഇൻഫർമേഷൻ ഈസ് ഗിവൺ ഇൻ യുവർ അഡ്ജസ്റ്റ്മെന്റ്. അവിടെ നമുക്ക് കാണാൻ പറ്റും, പ്രൊവൈഡ് 5% ഡൗട്ട്ഫുൾ ഡെപ്റ്റ്, ക്രിയേറ്റ് പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ് 10%, ഇങ്ങനെയൊക്കെ കാണും. നമ്മൾ സാധാരണ ഡൗട്ട്ഫുൾ ഡെപ്റ്റ് പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യുന്ന ഇതിന്റെ മുകളിലാണ്, ഡെപ്റ്റേഴ്സിന്റെ മുകളിലാണ് ആണല്ലോ. അപ്പൊ ഇതൊക്കെ ഏതുമായിട്ട് ബന്ധമുള്ളതാണ്, സൺട്രി ഡെപ്റ്റേഴ്സുമായിട്ട് ബന്ധമുള്ള ഐറ്റംസ് ആണ്. അപ്പം ബാഡ് ഡെപ്റ്റ് ട്രയൽ ബാലൻസിന്റെ ഡെബിറ്റ് സൈഡിലുണ്ട്. ദെൻ അതേപോലെ ന്യൂ പ്രൊവിഷൻ ഇറ്റ് ഈസ് ഗിവൺ ഇൻ യുവർ അഡ്ജസ്റ്റ്മെന്റ്, നമ്മുടെ അഡ്ജസ്റ്റ്മെന്റ് ന്യൂ പ്രൊവിഷൻ തന്നിട്ടുണ്ട്. അതേപോലെ ഓൾഡ് പ്രൊവിഷൻ ഉണ്ടാവുന്നത് ട്രയൽ ബാലൻസിന്റെ ക്രെഡിറ്റ് സൈഡിലാണ്. ഓൾഡ് പ്രൊവിഷൻ ഉണ്ടാവുന്നത് ട്രയൽ ബാലൻസിന്റെ തന്നെ ക്രെഡിറ്റ് സൈഡിൽ. അപ്പോൾ ബാഡ് ഡെപ്റ്റും ഓൾഡ് പ്രൊവിഷനും ട്രയൽ ബാലൻസിൽ ഉണ്ടാവും. ബാഡ് ഡെപ്റ്റ് ഡെബിറ്റ് സൈഡിലാണ് ഉണ്ടാവുന്നത്, ഓൾഡ് പ്രൊവിഷൻ ക്രെഡിറ്റ് സൈഡിലാണ് ഉണ്ടാവുന്നത്. ന്യൂ പ്രൊവിഷൻ എവിടെ ഉണ്ടാവും, അഡ്ജസ്റ്റ്മെന്റിൽ. ഇങ്ങനെ 3 ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെയാണ് അതിന്റെ ട്രീറ്റ്മെന്റ്. അതായത് ആദ്യം ബാഡ് ഡെപ്റ്റ് എത്രയാണെന്ന് വെച്ചാൽ ആ എമൗണ്ട് എഴുതുക. ദെൻ ആഡ് ന്യൂ പ്രൊവിഷൻ കൊടുക്കേണ്ടത് സൺട്രി ഡെപ്റ്റേഴ്സിന്റെ മുകളിലാണ്. 5% ആണെങ്കിൽ 5% ഓൺ ഡെപ്റ്റേഴ്സ്,
10% ആണ്. 10% ഓൺ സൺഡ്രി ഡെപ്റ്റേഴ്സ്. ഇത് രണ്ടും ആഡ് ചെയ്യാം. ദെൻ ലെസ് ഓൾഡ് പ്രൊവിഷൻ. നോക്കിയാൽ മതി, ഓൾഡ് പ്രൊവിഷൻ എവിടെ ഉണ്ടാവുക? ട്രയൽ ബാലൻസിന്റെ ക്രെഡിറ്റ് സൈഡിൽ. അപ്പൊ ഇതിന്റെ നെറ്റ് ഫിഗർ മാത്രമേ ഇവിടെ കാണിക്കണ്ടൂ. നമ്മൾ നേരത്തെ നോട്ട് നമ്പർ 9 നമ്മൾ അതർ എക്സ്പെൻസ്, നോട്ട് നമ്പർ 9 അതർ എക്സ്പെൻസ് ഹെഡിങ്ങിൽ ബാഡ് ഡെപ്റ്റ് വരുന്നുണ്ടല്ലോ. ആ ബാഡ് ഡെപ്റ്റിനകത്ത് ഇതിന്റെ നെറ്റ് ഫിഗർ ആണ് കാണിക്കേണ്ടത്. ക്ലിയർ അല്ലേ? ആഡ് ന്യൂ പ്രൊവിഷൻ ലെസ് ഓൾഡ് പ്രൊവിഷൻ. അപ്പോൾ നോട്ട് നമ്പർ 9 അതർ എക്സ്പെൻസസ്. അപ്പൊ ഇത്രയേ ഉള്ളൂ. അപ്പൊ നമുക്ക് എന്താണ്, നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെന്റിന്റെ എല്ലാ ഐറ്റംസും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോട്ട് ഓഫ് അക്കൗണ്ട്സ് പഠിച്ചു കഴിഞ്ഞു. ക്ലിയർ? നോട്ട് നമ്പർ 1 റവന്യൂ ഫ്രം ഓപ്പറേഷൻ, നോട്ട് നമ്പർ 2 അതർ ഇൻകം, ദെൻ ടോട്ടൽ റവന്യൂ 1+2. ഇത്രയും ഇൻകം സെക്ഷൻ ആണെന്ന് പറഞ്ഞു. ദെൻ എക്സ്പെൻസിൽ സെവറൽ ഐറ്റംസ് വരുന്നുണ്ടെന്ന് പറഞ്ഞു. നോട്ട് നമ്പർ 3, 4, 5, 6, 7, 8, 9 ഇത്രയും എക്സ്പെൻസ് സെക്ഷൻ ആണ്. ഇത്രയും എക്സ്പെൻസ് നമ്മൾ ടോട്ടൽ ചെയ്യുന്ന സമയത്ത് ടോട്ടൽ എക്സ്പെൻസസ് നമുക്കറിയാലോ. ടോട്ടൽ റവന്യൂ കിട്ടിക്കഴിഞ്ഞു, ടോട്ടൽ എക്സ്പെൻസും കിട്ടിക്കഴിഞ്ഞു. ദെൻ നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്തായിരിക്കും? നമ്മുടെ മേജർ ഹെഡിങ് വീണ്ടും എന്താണ്? 5 പ്രോഫിറ്റ് ഓർ ലോസ് ബിഫോർ ടാക്സ്. പ്രോഫിറ്റ് ഓർ ലോസ് ബിഫോർ ടാക്സ് 3 - 4. നോക്കാം. 3 എന്താണ്? ടോട്ടൽ റവന്യൂ. ക്ലിയർ? 3 എന്ന് പറഞ്ഞാൽ ടോട്ടൽ റവന്യൂ ആണ്. ദെൻ 4 എന്ന് പറയുന്നത് എന്താണ്? ടോട്ടൽ എക്സ്പെൻസ്. സോ ടോട്ടൽ റവന്യൂ മൈനസ് ടോട്ടൽ എക്സ്പെൻസ് ഈക്വൽ ടു പ്രോഫിറ്റ് ഓർ ലോസ് ബിഫോർ ടാക്സ്. നമുക്കറിയാം പ്രോഫിറ്റ് ഓർ ലോസ് ബിഫോർ ടാക്സ് എന്ന് പറഞ്ഞാല് ടാക്സ് കൊടുക്കുന്നതിന് മുന്നേ ഉള്ള പ്രോഫിറ്റ്. ഈ പ്രോഫിറ്റ് നമ്മൾ എന്ത് ചെയ്യണം? ടാക്സും കൂടെ കൊടുക്കണ്ടേ? സോ ടാക്സിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് ദാറ്റ് ഷുഡ് ബി ഗിവൺ ഇൻ യുവർ അഡ്ജസ്റ്റ്മെന്റ്. ഇഫ് എനി ഇൻഫർമേഷൻ റിലേറ്റിംഗ് ടു ടാക്സ് is given in your adjustment, then that kind of tax expense that should be deducted less tax expenses. Clear? So profit or loss before tax kitti, tax expense deduct ചെയ്ത് കഴിഞ്ഞാൽ then we will get profit after tax. Profit after tax. ഇതോടുകൂടിയാണ് this is our final profit. Profit or loss before tax less tax expenses equal to profit after tax. Clear അല്ലേ? സോ ഇത്രയാണ് എന്ത് നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെന്റിന്റെ മേജർ ഹെഡിങ് വരെ നമ്മളിപ്പോ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഞാൻ പറയാൻ പോകുന്നത് ചില കീ നോട്ട്സുകളാണ്. നമുക്ക് ചില ഇൻഫർമേഷൻസിന്റെ കീ നോട്ട്സുകളും നോക്കാം. ഞാനിവിടെ കീ നോട്ട്സ്, ഇത് നമുക്ക് ചില കൺഫ്യൂഷൻസ് ഉണ്ടാക്കുന്ന ഐറ്റമാണ് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒന്ന്, ഔട്ട്സ്റ്റാൻഡിങ് ഞാൻ പറഞ്ഞു. സാധാരണഗതിയിൽ ദിസ് ഔട്ട്സ്റ്റാൻഡിങ് ഈസ് ഗിവൺ ഇൻ യുവർ അഡ്ജസ്റ്റ്മെന്റ്. സാലറി ഔട്ട്സ്റ്റാൻഡിങ്, റെന്റ് ഔട്ട്സ്റ്റാൻഡിങ്, അങ്ങനെയൊക്കെ അഡ്ജസ്റ്റ്മെന്റിൽ കാണാം. സപ്പോസ് ഇഫ് എനി ഔട്ട്സ്റ്റാൻഡിങ് ഈസ് ഗിവൺ ഇൻ യുവർ ട്രയൽ ബാലൻസ്, ഔട്ട്സ്റ്റാൻഡിങ് ട്രയൽ ബാലൻസിൽ തന്നിട്ടുണ്ടെങ്കിൽ, ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറയുന്നത് ഒരു ലയബിലിറ്റിയാണ്, നമുക്കറിയാലോ, കറണ്ട് ലയബിലിറ്റിയാണ്. സോ എനി ഔട്ട്സ്റ്റാൻഡിങ് ഈസ് ഗിവൺ ഇൻ യുവർ ട്രയൽ ബാലൻസ്, നമ്മൾ എന്താണ് ഇതിന്റെ ട്രീറ്റ്മെന്റ്? ഇതിന്റെ ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ദീസ് കൈൻഡ്സ് ഓഫ് ഔട്ട്സ്റ്റാൻഡിങ് ദാറ്റ് ഷുഡ് ബി ഡയറക്ട്ലി റെക്കോർഡഡ് ടു അവർ ബാലൻസ് ഷീറ്റ് ലയബിലിറ്റി സൈഡ്. ഇപ്പൊ ഞാൻ പറഞ്ഞ കാര്യം കൂടെ പറയാം. റെന്റ് ഔട്ട്സ്റ്റാൻഡിങ്, സാലറി ഔട്ട്സ്റ്റാൻഡിങ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ട്രയൽ ബാലൻസിൽ തന്നിട്ടുണ്ടെങ്കിൽ, അഡ്ജസ്റ്റ്മെന്റിലുള്ള കാര്യമല്ല പറയുന്നത്, അഡ്ജസ്റ്റ്മെന്റിലുള്ള കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ഞാൻ ട്രയൽ ബാലൻസിൽ ഔട്ട്സ്റ്റാൻഡിങ് തന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ വീണ്ടും പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെന്റ് കാണിക്കേണ്ട ആവശ്യമില്ല. ദീസ് ഔട്ട്സ്റ്റാൻഡിങ് ക്യാൻ ബി ഡയറക്ട്ലി ഷോൺ ഇൻ യുവർ ബാലൻസ് ഷീറ്റ്. ക്ലിയർ? ഇതേപോലെ തന്നെയാണ് അടുത്തൊരു ഐറ്റം, പ്രീപെയ്ഡ്. പ്രീപെയ്ഡ് നേരത്തെ പറഞ്ഞു, യൂഷ്വലി ദിസ് ഐറ്റം വിൽ ബി ഗിവൺ ഇൻ യുവർ അഡ്ജസ്റ്റ്മെന്റ്. സപ്പോസ് ഇഫ് എനി പ്രീപെയ്ഡ് ഈസ് ഗിവൺ ഇൻ യുവർ ട്രയൽ ബാലൻസ്, ട്രയൽ ബാലൻസിൽ തന്നിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ എന്ത് ചെയ്താൽ മതി? That should be directly shown into our balance sheet asset side. ഈ ഔട്ട്സ്റ്റാൻഡിങ്ങും പ്രീപെയ്ഡും ട്രയൽ ബാലൻസ് തന്നു കഴിഞ്ഞാൽ അതിന്റെ മീനിങ് ദീസ് ഐറ്റംസ് ആർ ഓൾറെഡി റെക്കോർഡ്. ഇതൊക്കെ ഓൾറെഡി നമ്മൾ അഡ്ജസ്റ്റഡ് ആണ്. ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്താൽ മതി? ബാലൻസ് ഷീറ്റിൽ മാത്രം കാണിച്ചാൽ മതിയാകും. Then third one, provision for depreciation. തേർഡ് വൺ ഞാൻ പറയാൻ പോകുന്നത് പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ. സാധാരണഗതിയിൽ ഞാൻ പറഞ്ഞു ഡിപ്രീസിയേഷൻ
ദിസ് ഇൻഫർമേഷൻ ഈസ് ഗിവൺ ഇൻ യുവർ അഡ്ജസ്റ്റ്മെന്റ്. അല്ലെങ്കിൽ ട്രയൽ ബാലൻസിന്റെ ഡെബിറ്റ് സൈഡിൽ ഉണ്ടാവും. ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് ശ്രദ്ധിക്കണം. ഡിപ്രീസിയേഷൻ എന്ന് പറയുന്ന ഐറ്റം ട്രയൽ ബാലൻസിന്റെ ഡെബിറ്റ് സൈഡിൽ തന്നാല് അത് എക്സ്പെൻസ് ആണ്. അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെന്റിൽ കാണിക്കാം. ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞ ഇൻഫർമേഷൻ അഡ്ജസ്റ്റ്മെന്റിൽ കൊടുക്കാൻ പറഞ്ഞാലും അത് എന്താണ്, എക്സ്പെൻസ് ആണ്. അപ്പൊ അത് എവിടെ തന്നെ ചെയ്യേണ്ടത്, പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെന്റിൽ കാണിക്കാം. ദെൻ ഞാൻ പറയുന്ന ഒരു കാര്യം, പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ ഇഫ് ദിസ് ഇൻഫർമേഷൻ ഈസ് ഗിവൺ ഇൻ യുവർ ട്രയൽ ബാലൻസ് ഓൺ ക്രെഡിറ്റ് സൈഡ്. പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ എന്ന ഇൻഫർമേഷൻ ട്രയൽ ബാലൻസിന്റെ ക്രെഡിറ്റ് സൈഡിൽ കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ മീനിങ് നമ്മൾ ഡിപ്രീസിയേഷന് വേണ്ടിയിട്ട് നേരത്തെ പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞു. അപ്പോ ഇങ്ങനെയുള്ള ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെന്റ് ഇത് കാണിക്കേണ്ട ആവശ്യമില്ല. പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞ ഐറ്റം ട്രയൽ ബാലൻസിന്റെ ക്രെഡിറ്റ് സൈഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഐറ്റം പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെന്റ് കാണിക്കേണ്ട. ദിസ് ഐറ്റം ഷുഡ് ബി ഡയറക്ട്ലി ഷോൺ ഇൻ ദി ബാലൻസ് ഷീറ്റ് ആസ് എ ഡിഡക്ഷൻ ഫ്രം ദി കൺസേൺഡ് അസറ്റ്. അതായത് ഞാൻ ഒന്നുകൂടെ പറയാം, സാധാരണഗതിയിലുള്ള ഡിപ്രീസിയേഷൻ ആണെങ്കിൽ നമ്മൾ അഡ്ജസ്റ്റ്മെന്റിലാണ് ഉണ്ടാവുക. അത് കറണ്ട് ഇയർ ഡിപ്രീസിയേഷൻ ആണ്. ഈ ഡിപ്രീസിയേഷൻ നമ്മൾ എന്ത് ചെയ്യും, അഡ്ജസ്റ്റ്മെന്റ് തന്നിരിക്കുന്ന ഡിപ്രീസിയേഷൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെന്റിലും കാണിക്കും. നമ്മുടെ ഡിപ്രീസിയേഷൻ ആൻഡ് അമോർട്ടൈസേഷൻ എക്സ്പെൻസ് കോളം ഹെഡിംഗ് ഇല്ലേ, ആ നോട്ടിൽ നമ്മൾ കാണിക്കും. ദെൻ ആ ഡിപ്രീസിയേഷൻ നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മുടെ ബാലൻസ് ഷീറ്റിൽ കൺസേൺഡ് അസറ്റിൽ നിന്ന് നമ്മൾ കുറയ്ക്കും. ഇപ്പൊ ലാൻഡ് ആൻഡ് ബിൽഡിങ്ങിന്റെ ഡിപ്രീസിയേഷൻ നമ്മൾ ഫിക്സഡ് അസറ്റ്, ഞാനിപ്പോ ഇവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ബാലൻസ് ഷീറ്റ് ഞാൻ കാണിച്ചു തരാം. ഇതൊരു നമ്മുടെ ബാലൻസ് ഷീറ്റ്. സി, ഈ ബാലൻസ് ഷീറ്റിൽ ഇവിടെ അസറ്റ്, ഇത് ലയബിലിറ്റി ആണല്ലോ. ഇവിടെ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ആണ് ഞാൻ പറയുന്നത്. ലാൻഡ് ആൻഡ് ബിൽഡിങ്ങിന്റെ ഡിപ്രീസിയേഷൻ ഉണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത്, ലാൻഡ് ആൻഡ് ബിൽഡിങ്ങിന്റെ ഫിഗർ ഇവിടെ എഴുതി ലെസ് ഡിപ്രീസിയേഷൻ, ഇങ്ങനെയാണ് എഴുതുക. സാധാരണഗതിയിൽ നമ്മൾ ചെയ്യുന്ന അഡ്ജസ്റ്റ്മെന്റ് ഇതെല്ലാവർക്കും അറിയാം. ഞാൻ ഈ ഡിപ്രീസിയേഷന്റെ കാര്യമല്ല പറയുന്നത്, ഇത് അഡ്ജസ്റ്റ്മെന്റ് തന്ന ഡിപ്രീസിയേഷൻ ആണ്. ഞാൻ പറയുന്നത് ട്രയൽ ബാലൻസിന്റെ ക്രെഡിറ്റ് സൈഡിൽ തന്ന പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അല്ലെങ്കിൽ അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ എന്ന് പറയും. അങ്ങനെ തന്നിട്ടുണ്ടെങ്കിൽ ഈ ഐറ്റത്തിന് നമ്മൾ എങ്ങോട്ട് കൊണ്ടുപോകരുത്, പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെന്റ് കാണിക്കേണ്ട ആവശ്യമില്ല. അത് കറണ്ട് ഇയർ ഡിപ്രീസിയേഷൻ അല്ല. ദെൻ നമ്മൾ ഈ ഐറ്റത്തിന് ഇത് പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ ഓൺ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ആണെന്ന് വിചാരിച്ചോ. ഞാൻ എന്റെ എക്സാമ്പിൾ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ആണ്. ഈ ഐറ്റം നമ്മൾ എന്ത് ചെയ്താൽ മതി, ലാൻഡ് ആൻഡ് ബിൽഡിംഗിന്റെ എമൗണ്ട് എഴുതി ലെസ് ഡിപ്രീസിയേഷന് പകരം എന്ത് എഴുതും, പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ എഴുതും. ഇതിന്റെ മീനിങ് എന്താ, കറണ്ട് ഇയർ ഡിപ്രീസിയേഷൻ ലെസ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഓൾറെഡി ഡിപ്രീസിയേഷന് വേണ്ടി പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് നമ്മൾ ലെസ് ചെയ്താൽ മതിയാകും. ഇതാണ് ഇതിന്റെ ഇൻഫർമേഷൻ. ഇങ്ങനെയുള്ള ചില കീ നോട്ട്സുകൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ആവശ്യമുണ്ട്. കാരണം എങ്കിലേ നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെന്റ് വളരെ കൃത്യമായിട്ട് മനസ്സിലായി എന്ന് പറയാൻ പറ്റും. സോ ഇത്രയും മാത്രമേ ഉള്ളൂ. വളരെ സിമ്പിൾ ആയിട്ട് ഈ ഒരു വീഡിയോയിലൂടെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെന്റും അതിന്റെ ഫോർമാറ്റ്, നോട്ട് ടു അക്കൗണ്ട്സ് ഒക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു കഴിഞ്ഞു. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇനി അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. പുതിയൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിലൂടെ കാണാം. താങ്ക്